ഷാഫി പറമ്പിലിന്റെ അക്രമം എവിടെയെങ്കിലും UDF ജയിച്ചാൽ, അവിടെ MSF ആണ് ജയിച്ചത്, UDF ജയിച്ചാൽ അവിടെ അടിയാണ്. ഇത് തന്നെയാണ് കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ ക്യാമ്പസിൽ മുഴുവൻ നടക്കുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തങ്ങൾ ഇന്ന് ഒരു വലിയ ബിഗ് സീറോ ആയി മാറും എന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷന് മുമ്പ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക, അടിയുണ്ടാക്കുക, അതിങ്ങനെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ദിവസം കേരളത്തിൽ എത്ര സ്ഥലത്ത് അടിയുണ്ടായി എന്നുള്ളത് ഒന്ന് തന്നെയായിരിക്കും. എല്ലാ സ്ഥലത്തും അക്രമം കാണിച്ചത് SFI ആണ്, അതുപോലെ തന്നെ ഇടതുപക്ഷമാണ്. ക്യാമ്പസിന് പുറത്തുള്ള ആളുകളും കൂടി വരികയാണ്. പോലീസാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം പാലിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം, അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ഇന്നലെ ഷാഫി പറമ്പിലിന്റെ വിഷ്വലിൽ കാണുന്നത് പോലെ നിരത്തി അടിക്കുകയാണ്. ഷാഫി പറമ്പിലിന് അടിച്ചിട്ടില്ല, അഭിനയമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വിഷ്വൽ പുറത്ത് വിട്ടപ്പോൾ മിണ്ടാട്ടില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവ് യുദ്ധമായിരുന്നു. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും UDF ആക്രമിക്കുന്നു, പാലക്കാട് പിന്നെ അവരെ ആക്രമിക്കുകയാണ്. ഇങ്ങനെ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ള, അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ശരി, ശബരിമലയിൽ നടന്ന ആ കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്ന് പോകില്ല. ഈ അക്രമം ഇത് അവരവസാനിപ്പിച്ചില്ല എങ്കിൽ ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ദൃശ്യം കണ്ട ലാത്തി കൊണ്ട് കോൽക്കളി കളിക്കുകയാണ്. കണ്ടില്ലേ, ലാത്തികൾ ആകാശത്ത് ഇങ്ങനെ നിരന്തരം പൊങ്ങുകയാണ്, കോൽക്കളി മാരിയാണ്. അപ്പോൾ ഇനി അത് പറയാൻ അവർക്ക് കഴിയില്ല. കാരണം തലക്ക് തന്നെയാണ് നോക്കി അടിക്കുന്നത്. എല്ലാ ലാത്തിയും ആൾക്കൂട്ടത്തിന്റെ മുകളിലാണ്, മുകളിൽ നിന്ന് താഴോട്ടാണ് അടിക്കുന്നത്. സാധാരണ കാലിലൊക്കെ അടിച്ച് വരട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതല്ല, തലക്കാണ് അടിക്കുന്നത്. എന്നിട്ട് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സ്വന്തമായി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്നല്ലാതെ ജനങ്ങളെ ഫൂളാക്കാൻ കഴിയൂല. അധികം വൈകാതെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യും, യാതൊരു സംശയവുമില്ല. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അല്ല, അതൊക്കെ ഒരു ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴും സർക്കാരിന് ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് ആ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാൻ കഴിയും. ഈ വ്യവഹാരം അതല്ലല്ലോ. അവിടെ ഉള്ള കാലാകാലങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് ആ ഭൂമി വേഗം കൊടുക്കുകയാണ് വേണ്ടത്. വ്യവഹാരം അതിന്റെ വഴിക്ക് അങ്ങനെ നീണ്ടുപോയി അവരെ കഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം? രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ പറയുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ അത് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കാലത്ത് ഈ പ്രശ്നം വന്നിട്ടില്ലല്ലോ. ഇവരുണ്ടാക്കിയ പ്രശ്നമാണിത്. ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ ഗവൺമെന്റ് മുൻകൈയെടുത്ത് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, മന്ത്രി വിളക്കാറായി. ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു വീണ്ടും മുഖ്യമന്ത്രി ന്യായീകരിക്കാനുള്ളത് നജീബ് കാന്തപുരത്തല്ല, ആരോഗ്യമില്ലാത്ത മറ്റൊരാളോട് പറഞ്ഞെന്നാണ്. ആരെപ്പറ്റി പറഞ്ഞാലും അധിക്ഷേപ പരാമർശങ്ങൾ ശരിയല്ല. അവരുടെ MLA തന്നെ വേഗം അത് പിൻവലിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആരെപ്പറ്റിയും അങ്ങനെ പറയാൻ പാടില്ല. ശബരിമല വിഷയത്തിൽ UDF ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലും ആ വിഷയം ഞങ്ങൾ വിട്ടുകളയാൻ പോകുന്നില്ല. കാരണം ശബരിമലയിൽ എന്ത് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീ പ്രവേശന വിഷയം വന്നു, അതുപോലെ സംഗമം വന്നു. അങ്ങനെ പല ചർച്ചകളും ഈ ഗവൺമെന്റിന്റെ കാലത്ത് വന്നു. ഒക്കെ നെഗറ്റീവാണ്. പക്ഷേ ഇത് സഹിക്കാവുന്നതിന്റെ അപ്പുറമാണ്. ഒന്നായിട്ട് അവിടെയുള്ള സ്വർണം ചുമന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലും വലിയൊരു സംഭവം ഇനി ഉണ്ടാവാനുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ അത് ശക്തമായ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.